ഹായ് ഹലോ, ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് എന്താണ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി? ഇപ്പോൾ അവരൊരു സൈലൻറ്റ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കാരണം അവരൊരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളോട് സംസാരിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് അവർക്ക് ക്ലാരിറ്റി തരേണ്ടതായി വരും എന്നുള്ളത് അവർ ഇപ്പോൾ ഓർക്കുന്നു. അതുകൊണ്ടാണ് അവർ സൈലൻറ്റിൽ നിൽക്കുന്നത്. എന്നാൽ അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്കത് സന്തോഷം തരുന്നതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുമൊത്തുണ്ടായിരുന്ന ഓരോ നിമിഷവും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമായിരുന്നു എന്നും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷമായിരുന്നു എന്നും അവർ ഓർക്കുന്നു. എന്നാൽ എന്തിൻ്റെയൊക്കെ പേരിൽ നിങ്ങളെ ക്രോസ് റോഡിൽ നിർത്തി അവർക്ക് നിങ്ങളിൽ നിന്ന് അകന്നു പോകേണ്ടി വന്നതായി കാണുന്നു. അത് മറ്റൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഉപേക്ഷിച്ച് ഏത് റിലേഷൻഷിപ്പിലോട്ടാണോ അവർ കടന്നു പോയിരിക്കുന്നത്, ആ റിലേഷൻഷിപ്പ് ഇപ്പോൾ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം അവർ ഒരു കർമ്മയിലാണ് പെട്ടിരിക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ച് അവർ എന്തിലാണോ കടന്നു പോയത് അതൊരു മായാജാലക്കാരിയായിരുന്നു എന്ന് സ്ത്രീയായാലും പുരുഷനായാലും അവർ കടന്നുപോയ വ്യക്തികൾ അവരെ മായാജാലം കാണിച്ച് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യത്തിൽ അവരുടെ മൈൻഡിനെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണെന്നും അവരുടെ ശരിക്കുള്ള സ്വഭാവങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അറിഞ്ഞു വരുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നു. കാരണം അതൊരു ചതിയായിരുന്നു എന്നും അവരെ പ്രലോഭിപ്പിച്ച് അവരെ ബന്ധിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യത്തിൽ ബന്ധിച്ചാണ് അവരെ നിങ്ങളിൽ നിന്ന് മാറ്റി ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് കൊണ്ടുപോയതായിട്ട് കാണുന്നു. അത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒന്ന് തന്നെയായിരുന്നു. കർമ്മയാണ് അവർ ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവർ സ്റ്റക്ക് സിറ്റുവേഷനാണ്. നിങ്ങളിലേക്ക് കടന്നു വരാനും കഴിയുന്നില്ല. എന്നാൽ നിലവിലുള്ള ബന്ധത്തിൽ തുടരുവാനും സാധിക്കാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.